ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നീർദോശ തയ്യാറാക്കിയാലോ. ഇതൊരു കർണാടക സ്പെഷ്യലാണ്. ഇതിന് ഫെർമെൻറ്റേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അരി അരച്ച ഉടനെ തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് അരി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. 250 ml കപ്പിന് 1 കപ്പ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം 4 മണിക്കൂർ വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്ത് വയ്ക്കണം. അതിനുശേഷം ഇത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം. ഈ ഒരു നീർദോശ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് പച്ചരിയോ ഇഡ്ലി റൈസോ സോണ മസൂരി റൈസോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഈ അരി നല്ലതുപോലെ കഴുകിയെടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നമുക്ക് 4 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കുതിർത്ത് വെച്ചിരുന്ന അരി വെള്ളമൊക്കെ ഊറ്റി മാറ്റിയിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് 1/2 കപ്പ് തേങ്ങയും കൂടി ആവശ്യമുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണിത്. ഇത് മാവൊന്നും പുളിച്ചു പൊങ്ങാനായിട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അരച്ച ഉടനെ തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ആദ്യം തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്. 1/2 കപ്പ് മാത്രം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഞാൻ ആദ്യം ഒഴിക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് ചെക്ക് ചെയ്തിട്ട് വീണ്ടും വെള്ളം ചേർക്കാം. ബട്ടർ മിൽക്കിൻ്റെ കൺസിസ്റ്റൻസിയാണ് ഈ നീർദോശയ്ക്ക് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ട്. 1/2 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ആവശ്യമുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ ചേർക്കാം. ഇത് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കാനുണ്ട്. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നീർദോശയുടെ കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. അരി അരച്ച സമയത്ത് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 കപ്പ് വെള്ളം ചേർത്തു. മൊത്തത്തിൽ 2.5 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇവിടെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ചൂടൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം വേണം മാവ് ഒഴിക്കാനായിട്ട്. റവ ദോശ തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ് ഈ നീർദോശയും തയ്യാറാക്കുന്നത്. ഈ ഒരു രീതിയിൽ വേണം ദോശമാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇടയ്ക്ക് ഇതുപോലെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്തെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ദോശ കുക്ക് ചെയ്തെടുക്കാം. സാധാരണ ദോശ ചെയ്യുന്നത് പോലെ തിരിച്ചിടേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ സൈഡൊക്കെ നന്നായിട്ട് വിട്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ കൈകൊണ്ട് ഒന്ന് മടക്കി വയ്ക്കുക. വീണ്ടും ഒരു തവണ കൂടി ഒന്ന് മടക്കി വയ്ക്കുക. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്കിതുപോലെ മടക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ നീർദോശ റെഡിയായി. അടുത്ത ദോശമാവ് ഒഴിക്കുന്നതിന് മുമ്പ് ചൂടൊന്ന് ക്രമീകരിക്കാൻ വേണ്ടി അല്പം വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. വീണ്ടും ഈ മാവ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. റവ ദോശയുടെ റെസിപ്പി ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക. ഇതുപോലെ പാൻ ഒന്ന് ചെറുതായിട്ട് ചരിച്ചു കൊടുത്താലും മതി. നന്നായിട്ടിത് സ്പ്രെഡാവും. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. മാവ് അരച്ച ഉടനെ തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാം.
അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ നീർദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാമ്പാറിൻ്റെ കൂടെയോ ചട്നിയുടെ കൂടെയോ ഈ ദോശ സെർവ് ചെയ്യാം. കടലക്കറിയും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. ഈ നീർദോശ ഏതെങ്കിലും നോൺ വെജ് കറികളുടെ കൂടെയും കഴിക്കാം. അതും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ തന്നെയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നീർദോശ തയ്യാറാക്കി എടുക്കാം. ഇതിൽ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല നെറ്റ് പോലെ ഇത് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അരിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം വരും. 2.5 മുതൽ 3 കപ്പ് വരെ വെള്ളം വേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു നീർദോശ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ ഫീഡ്ബാക്ക് കൂടി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.